ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. വനിതാക്ഷേമം, അനാഥക്ഷേമം, സാമൂഹ്യക്ഷേമം, ശാരീരിക പരിമിതികളുടെ ഒക്കെ വകുപ്പുകൾ അടങ്ങിയ ആ വകുപ്പുകളൊക്കെയും കയ്യിൽ വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി. സാധാരണ മുഖ്യമന്ത്രിമാരെല്ലാവരും കയ്യിൽ വെക്കുന്നത് ഒന്നെങ്കിൽ ആഭ്യന്തരം, അല്ലെങ്കിൽ ധനകാര്യം, അല്ലെങ്കിൽ അതുപോലെയുള്ള കിടിലൻ വകുപ്പുകളാണ്. എന്ന് വെച്ചാൽ ആളുകളുടെ മനസ്സിൽ കിടിലോൽക്കിടിലമായ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ അലകും പിടിയും ഇതൊക്കെയാണെന്ന അവരുടെ ബോധ്യത്തിൽ കയ്യിൽ വെക്കുന്ന വകുപ്പുകളാണ്. എന്നാൽ ഈ ദുർബല മനുഷ്യരുടെ, പ്രയാസപ്പെടുന്നവരുടെ, കഷ്ടപ്പെടുന്നവരുടെ ഒക്കെ വകുപ്പുകൾ തനിക്ക് മതിയെന്നും അത് തൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും തീരുമാനിച്ച ആ ഏക മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ സി ജോസഫ് വിജയ് എന്നാണ്. അതെ, ഇളയ ദളപതി എന്നറിയപ്പെടുന്ന തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി. വളരെ കരുത്തിൻ്റെ ഒരു പ്രതീകമായി, അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമായി, ഏറ്റുമുട്ടലിൻ്റെ ഒരു പ്രതീകമായിട്ടൊക്കെയാണ് സ്റ്റാലിനെ എല്ലാവരും കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അണികളുടെ ഒരു ധാർഷ്ട്യവും കാർക്കശ്യവും അഴിമതി ആരോപണങ്ങളും താഴെത്തട്ടിലെ ഇടപെടലുകളുമൊക്കെയാണ് ഈ ജോസഫ് വിജയിയെപ്പോലൊരാൾ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ വിജയമായി മാറിയത്. എന്ന് മാത്രമല്ല, അത്തരമൊരു പരീക്ഷണം തമിഴ് ജനത ഇത്രമേൽ വേഗത്തിൽ നടത്തുമെന്ന് ആരും വിചാരിച്ചിരുന്നതേയല്ല. ആദ്യമായി നേരിടുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയും ഒരു കനത്ത വിജയം. വിജയിയാകട്ടെ ആ വിജയത്തോടൊപ്പം നിന്ന ഘടകകക്ഷികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചവർക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നൽകുന്നൊരു സമീപനം സ്വീകരിക്കുകയും ചെയ്തു. കോൺഗ്രസ്സിന് 2 മന്ത്രിമാരെ കൊടുത്തു, മുസ്ലിം ലീഗിന് മന്ത്രിയെ കൊടുത്തു, CPIM മന്ത്രിയെ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും, കൂടെ നിന്നവർക്കെല്ലാം അദ്ദേഹം മന്ത്രിസ്ഥാനം നൽകി. കൂടാതെ മുൻകാലങ്ങളിൽ, അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന ഫിലാന്ത്രോപ്പിക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം, ജോസഫ് വിജയ്ക്ക് വല്ലാണ്ട് കാശിൻ്റെ ആവശ്യമില്ല, അറിയാമല്ലോ നിങ്ങൾക്ക്. അദ്ദേഹത്തിന് അത്രമേൽ ബഡ്ജറ്റും തുകയുമൊക്കെയുള്ള ആളാണ്. എന്ന് മാത്രമല്ല, ഓർക്കുന്നുണ്ടാവും, ഒരു സിനിമയിലോ മറ്റോ അദ്ദേഹം എന്തോ ഡയലോഗുകളോ അതിൻ്റെ തീമോ മറ്റോ കേന്ദ്ര സർക്കാരിനെതിരായതുകൊണ്ട് ED അകത്തും പുറത്തും തലനാരിഴ കീറി പരിശോധിച്ചതാണ്. പക്ഷേ ജോസഫ് വിജയുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്കും കേരള ഫ്ലഡ്സ് വന്നപ്പോഴും അതുപോലെ മറ്റെല്ലാ ദുരന്തങ്ങളിലും വ്യക്തിപരമായി ചാരിറ്റി ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ സാധാരണ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ എത്തിയാൽ പിന്നെ അധികാരം തിളയ്ക്കുന്ന വകുപ്പുകളാണ് എടുത്ത് കൈവെക്കാറുള്ളത്. അശരണരും ആലംബഹീനരുമായ മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന വകുപ്പുകൾ അത് തൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായും ഒരു ഹൃദയവിശാലതയും മനുഷ്യത്വവും ഒക്കെയുള്ള ഒരാൾക്കേ കഴിയൂ. തമിഴ് ജനതയെയും സല്യൂട്ട് ചെയ്യണം. എന്തെന്നറിയോ, ജോസഫ് വിജയുടെ ജാതിയും മതവും നോക്കാതെ മനുഷ്യനും രാഷ്ട്രീയ നിലപാടിനും വോട്ട് ചെയ്തതിന്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും കരച്ചിൽ തീർന്നിട്ടില്ല. നമ്മുടെ വെള്ളാപ്പള്ളി സാറൊക്കെ ഇന്നലെയും കരയുക മുസ്ലിം ലീഗിൻ്റെ പേര് പറഞ്ഞ്. എന്നാൽ അവിടെ ഇത്തരം ചർച്ചകൾക്കപ്പുറത്ത് ഈ പറയുന്ന ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യത്വപരമായ നിലപാടിനെയാണ് അംഗീകരിച്ചത്. ഏത് മുഖ്യമന്ത്രിമാരാണ് ഇത്തരം വകുപ്പുകൾ, നമ്മൾ ഇത്തരം വകുപ്പുകളൊക്കെ വളരെ അപ്രസക്തമായ വകുപ്പുകളായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ ഇത്തരം വകുപ്പുകളാണ് കാലാകാലങ്ങളിൽ ഗുണകരമായ നന്മകളാക്കി മാറ്റാൻ കഴിയുന്ന ഒരുപാട് ഇടങ്ങളുള്ളത്. അത് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രാധാന്യവും ഉണ്ടാവും. അവിടെയാണ് ഒരിക്കൽ കൂടി ഈ വിജയ് എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയെ നമുക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്.